എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ്. നമുക്ക് ഇന്ന് 2025 ലാസ്റ്റ് ഡേ ആണ്, ഡിസംബർ 31. അപ്പോൾ ഒരു വർഷം അവസാനിക്കുകയാണ്. അടുത്ത ഒരു വർഷം 2026 എന്ന് പറയുന്നത് നമ്മളെ ന്യൂമറോളജി പ്രകാരം 2026 നമുക്ക് റെഡ്യൂസ് ചെയ്ത് 1 എന്ന് എത്തിക്കാം. 2 + 2 + 6 10 ആകും. വീണ്ടും നമ്മൾ അതിനെ കുറയ്ക്കുമ്പോൾ 1 എന്ന് വരും. അപ്പോൾ 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയ തുടക്കങ്ങളുടെ ഒരു നമ്പറാണ്. അപ്പം 1 നിന്ന് തുടങ്ങുക എന്ന് പറയില്ലേ, നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് 1 നിന്ന് തുടങ്ങാൻ. അപ്പം കഴിഞ്ഞു പോയതെല്ലാം അങ്ങനെ തന്നെ പോട്ടെ, അതിലേക്ക് നോക്കാതെ ഇനി എല്ലാത്തിനെയും പുതിയ ഒരു തുടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് റീഡിങ്ങിൽ എന്താണ് വരുന്നത്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈൻ തരാനിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയണം. നമ്മൾ അതിനുവേണ്ടി ഒന്ന് തയ്യാറാവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പം ഒന്നും നമ്മൾ ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. നമുക്കെല്ലാം വേണ്ടതെല്ലാം അവിടെ എല്ലാം ഉണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മളതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് ആ ഒരു അടുത്ത വർഷം എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നമുക്കിന്ന് റീഡിങ്ങിൽ എന്ത് മെസ്സേജാണ് വരുന്നതെന്ന് നോക്കാം. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങളെ എല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. Nine of Swords, 8 of Pentacles, 7 of Pentacles, the Fool, the Hermit, Three of Cups, 3 of Pentacles, 5 of Swords, Ace of Swords, Knight of Wands, and the Sun. ഓക്കെ, അപ്പം ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ടെൻഷൻ, ഇതെല്ലാം ഒരു അവസാനത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ കാലങ്ങളിലായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഈ 8 of Pentacles, 7 of Pentacles ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ്. നിങ്ങൾ പല കാര്യങ്ങളിൽ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് വരണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തണം എന്നൊക്കെ കരുതി നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഏതൊക്കെയോ കാലങ്ങളിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ അതിനകത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പല സമയത്തും നിങ്ങൾ തനിച്ചിരുന്ന് ആലോചിക്കുന്നുണ്ടാകും, എവിടെയാണ് എനിക്ക് സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു റിസൾട്ട് കിട്ടാത്തത് എന്നൊക്കെ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ഈ ഒരു 9 of Swords എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സ്ലീപ്ലെസ് നൈറ്റുകൾ, നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നാളെ എന്താകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേട്ടയാടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ കാര്യങ്ങൾ സക്സസ്സിലേക്ക് കൊണ്ടുവരാനും
എല്ലാത്തിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് തന്നത്. അപ്പം ഇവിടെ ഈ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസ് 7 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ പറയുന്നത് ഒരു മെസ്സേജാണ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ ഒരിക്കലും വേസ്റ്റായി പോകില്ല. അതെല്ലാം ഒരിടത്ത് റെക്കോർഡഡ് ആണ്. അപ്പം നമ്മൾ പറയും, നമ്മൾ എടുക്കുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ വില നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് പറയില്ലേ, ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങളുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു എനിക്കിത് കൂടുതൽ കണക്റ്റ് ആവുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സമ്പാദിക്കണം അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. കാരണം ഇവിടെ ഈ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് നിങ്ങളുടെ എനർജി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ തന്നെ ഒരു റിസ്ക് ടേക്കർ എന്നുള്ള ഒരു നിലയിലേക്ക്, അതായത് ഇനി ലൈഫിൽ എന്ത് വന്നാലും ഞാൻ നേരിടും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, കാരണം അത്രത്തോളം അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടാകും. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു പദം വന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പം ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് ഇനി എന്തായാലും ലൈഫിൽ എന്തായാലും സാരമില്ല, മുന്നോട്ടേക്ക് തന്നെ പോകുന്ന, ഒരു റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധേഡാകാതെ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ നിന്ന് കാണാം. അത് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയത് ഒരുപാട് വേദനയിലൂടെയാണ്, അതല്ലെങ്കിൽ ഒരുപാട് ഒറ്റപ്പെടലിലൂടെയാണ്. ഇവിടെ ഹെർമിറ്റ് എനർജിയും അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് ഒത്തിരി ഒറ്റപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ പല സിറ്റുവേഷനുകളിലും പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തരാതെ നിങ്ങളെ തന്നെ ഇങ്ങനെ ഒരു ഉള്ളിൽ അടച്ചിടുന്ന ഒരു എനർജി. അതായത് ഒറ്റപ്പെട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്ക് മുന്നോട്ടേക്ക് നോക്കാൻ കഴിയുന്നില്ല, മുന്നിലേക്കുള്ള ഒരു ഫ്യൂച്ചർ കാണാൻ കഴിയുന്നില്ല, അടുത്തൊരു മൊമെന്റിൽ എന്തായിരിക്കും അല്ലെ എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് പോലും അറിയാതെ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക ഈ കഴിഞ്ഞ ഒരു കാലങ്ങളിൽ. അപ്പം ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുത്തിയ മാറ്റങ്ങളാണ് ഈ പറയുന്ന ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ യാതൊന്നിനെയും പേടിയില്ലാതെ യാതൊന്നിനെയും വകവയ്ക്കാതെ ഇനി ഒരു കാര്യത്തിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന കാർഡുകൾ പറയുന്നതും ഒരു കോർഡിനേഷനാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ ആയിരിക്കാം, അതല്ല നിങ്ങളൊരു പുതിയ വ്യക്തിയാണ് തേടുന്നത്, ഒരു പുതിയ റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അതിന് തക്കതായ റിസോഴ്സുകൾ വരുന്നതും അതിന് തക്കതായ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതുമായ ഒരു എനർജിയാണ് ഈ ഒരു 3 ഓഫ് കപ്സിലും 3 ഓഫ് പെൻറ്റക്കിൾസിലും കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹെർമിറ്റ് എനർജി അവസാനിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഒരു സെലിബ്രേറ്റിംഗ് പീരീഡാണ്. അതായത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വരെ നമുക്ക് ആഹ്ലാദിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റുന്ന, അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള സിറ്റുവേഷനോട്, നിങ്ങളുടെ നെഗറ്റിവിറ്റീസിനോട്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ വേദനകളോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ വിജയം നേടിയിരിക്കുന്ന ഒരു എനർജിയിൽ ഇവിടെ ഒരു 5 ഓഫ് സോർഡ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ് ആണ്. ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നു 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയ തുടക്കങ്ങളുടെ ഒരു എനർജിയാണ് കാണുന്നത് എന്ന്. അപ്പം ഇവിടെ 0 ഫൂൾ കാർഡ്, നമുക്ക് ഫൂൾ 0 എന്ന് പറയുന്ന നമ്പർ നമ്മളെ ഒരു എഗ്ഗായിട്ട്, ഒരു എഗ്ഗിനോട് നമുക്ക് ഉപമിക്കാം. അപ്പം ഏതൊരു സൃഷ്ടിയും ഉണ്ടാകുന്നത് ഒരു എഗ്ഗിൽ നിന്നാണ്. അപ്പം ആ ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ മറക്കുക എന്ന് പറയുമ്പം അതിന് നിങ്ങൾ ഹീൽ ചെയ്യുക. കാരണം ഇത്രയും നാളും എൻ്റെ ലൈഫിൽ വന്ന കാര്യങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ഫ്യൂച്ചർ ഞാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു
സക്സസിലേക്ക് നിങ്ങൾ എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ തുടക്കം ഈ ഒരു വർഷം നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് വാൻസിൽ പറയുന്നത്, നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടുകൾ എല്ലാം ഒരു ആക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം, അതല്ല ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം സക്സസ് ആവുന്ന ഒരു സമയമാണ് ഇത്. ആൻഡ് ഇവിടെ എനിക്ക് സൺ കാർഡ് വന്നിരിക്കുന്നു. സൺ കാർഡ് എന്ന് പറയുമ്പം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, അതായത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഒരു വർഷമാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സക്സസ് ആയിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് നിങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജിയാണ് ഇവിടെ ഒരു സൺ കാർഡിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ തന്നെ ആ കുഞ്ഞു കുട്ടിയെ, ആ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹീലാകാൻ കഴിയും. നിങ്ങളുടെ പാസ്റ്റിലുള്ള വേദനകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ റിക്കവർ ആകാൻ കഴിയും. ആ ഒരു എനർജിയും ആ ഒരു മെസ്സേജും ഈ ഒരു സൺ കാർഡ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സക്സസ്സുകൾ, നിങ്ങൾ നാളെ ആവട്ടെ പിന്നീടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പം എന്തെങ്കിലും ഒരു ചെറിയ വിജയം നേടി എന്നുണ്ടെങ്കിൽ അത് ആഘോഷിക്കാൻ തോന്നുകയാണെങ്കിൽ അത് ആഘോഷിക്കുക. വളരെ ചെറിയ രീതിയിൽ നിങ്ങൾ മാത്രമുള്ള ഒരു ആഘോഷമാണെങ്കിലും അത് ആഘോഷിക്കുക. അല്ലാതെ അത് മാറ്റിവെക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഒരൊറ്റ കാർഡുകളിൽ പോലും ഇവിടെ നമുക്കൊരു നെഗറ്റിവിറ്റി കാണുന്നില്ല. എല്ലാം നിങ്ങളുടെ എല്ലാ എഫേർട്ടുകളും, നിങ്ങളുടെ എല്ലാ പെയിനും ഈ ഒരു ടൈമിൽ, ഈ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ പോകുന്നത് ഏറ്റവും ഫ്രഷ് ആയിട്ടായിരിക്കും. ഏറ്റവും പുതിയ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത്. നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജും കൂടെ എന്താണെന്ന് നോക്കി നോക്കാം. Unlikely, look for a sign in the near future, recovery, opportunity. Okay. അപ്പം ഈ ഒരു ഏഞ്ചൽ കാർഡുകളിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം, അതായത് എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മിസ്സായി പോയ കാര്യങ്ങളെ നിങ്ങൾക്ക് ഇനി അത് സക്സസിലേക്ക് വരുത്താൻ ഉള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സൈൻ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. നമ്മളുടെ കൂടെ എപ്പോഴും ഏഞ്ചൽസിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഏഞ്ചൽ സൈൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ ആ ഒരു സൈനിന് വേണ്ടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയർ ഫ്യൂച്ചർ, ഈ നമ്മൾ കാർഡിൻ്റെ റീഡിങ്ങിൽ നിന്ന് കണ്ടിരുന്നു, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടുമെന്നുള്ളത്. അപ്പം വളരെ അടുത്ത ഒരു കാലഘട്ടത്തിൽ, നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വിഷുകൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം അത് നടക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കാർഡിൽ വരുന്നത്. ആൻഡ് റിക്കവറി എന്ന് പറയുമ്പം നിങ്ങളുടെ പാസ്റ്റിലുള്ള ട്രോമാസ്, നിങ്ങൾ ഈ ഒരു ഇത്രയും കാലം ക്യാരി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ ആ ഒരു വേദനകളെ എല്ലാം നിങ്ങൾ റിക്കവർ ആയിരിക്കുന്നു. നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റിനെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് വരാനുള്ള ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അത്തരത്തിൽ നിങ്ങളിവിടെ റിക്കവറി ഒരു സ്റ്റേജിലൂടെ കടന്നുപോയി.
ഞാൻ ആ കാർഡിൽ റീഡിങ്ങിൽ ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒരു സ്റ്റേജ്, ഒരു ഹെർമിറ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ മാറി എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്ന ഒരു എനർജി കണ്ടു. അതേ മെസ്സേജാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്ന്, അതായത് ആ ഒരു റിക്കവറി പീരീഡിൽ നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു പീരീഡാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം. ഈ ഒരു ജനറൽ റീഡിങ്ങിന്റെ പർപ്പസ് തന്നെ ഇത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുതരിക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ടുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വാക്കുകളും എല്ലാം നിങ്ങൾക്കുള്ള ഫ്യൂച്ചറാണ്. അപ്പം ഏറ്റവും പോസിറ്റീവായിട്ട്, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് ശരിയാ, അതായത് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മുടെ മനസ്സൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ, വിഷമങ്ങളിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് അതിനെ തിരിച്ച് നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിലേക്ക് നോക്കുക. ആൻഡ് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ എനർജിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ അത്രത്തോളം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്സിലേക്ക് നോക്കുമ്പോൾ, അതിനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ എനർജി സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു ബ്ലെസ്സിങ്സ് അൺലോക്ക് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് വരാനുള്ളതെല്ലാം അൺലോക്കായി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പം എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.